ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ ക്ലാരിറ്റി, സൗണ്ട്, ബാക്ക്ഗ്രൗണ്ടുള്ള കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ എന്താണ് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് മാത്രം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ നോക്കുക. എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് സ്കാം പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ഒരുപാട് MLM സ്കീം പ്രൊജക്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ പ്രൊജക്റ്റുകളുടെ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പല വീഡിയോകളുടെ കമൻറ്റ് സെക്ഷനിലായിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഓരോ പ്രൊജക്റ്റും നമ്മൾ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു വളരെയധികം കഷ്ടമാണ്. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രൊജക്റ്റുകൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത്രത്തോളം പ്രൊജക്റ്റുകളിൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 1 വർഷങ്ങൾ മുമ്പായിക്കോട്ടെ, ഇല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പായിക്കോട്ടെ, ഇല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പായിക്കോട്ടെ, ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ 6 മാസങ്ങൾക്ക് മുമ്പായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഒരുപാട് ആൾക്കാർ ഈ ആൾക്കാരോട് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറ്റിച്ചവരും ഉണ്ട്. മേ ബി ചില ആൾക്കാർക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചേർന്നിട്ട് കുറച്ച് ഇൻകം എന്ന് ഞാൻ പറയുന്നില്ല, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പൈസൻ്റെ ഒരു പെർസെൻറ്റേജ് ഡെയിലി കിട്ടുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ 2-3 ആൾക്കാർക്ക് ഓരോരോ ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പോൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് എന്നുള്ള ആൾക്കാർ ഒരു ഭാഗത്തുണ്ടാവും. അതേപോലെ തന്നെ ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഫുള്ള് തട്ടിപ്പാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ ക്രിപ്റ്റോ പരമായിട്ട് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ കുറച്ച് എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് കാറ്റഗറിയിൽ ഈ ഒരു ക്രിപ്റ്റോ ഒന്നുണ്ട്. ആ ഒരു രീതിയിൽ ഒരുപാട് ആൾക്കാർ പൈസ നഷ്ടപ്പെട്ടവരും ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കിയവരും ഇല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആൾറെഡി നമ്മുടെ ഈ ഒരു വീഡിയോകളിലൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള PVC മെറ്റാ ടോക്കൺ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ MTC ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്താണ് സ്വിഷ് ആയിക്കോട്ടെ, ക്യാബിയ കാർഡ് ആയിക്കോട്ടെ, ക്രിപ്ട്രീവി ആയിക്കോട്ടെ, കോയിൻ ഫോർജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റുകളായിക്കോട്ടെ, ഏതൊരു പ്രൊജക്റ്റുകളിലും ഇന്ന റെഡ് ഫ്ലാഗും എന്തുകൊണ്ടാണ് ഇത് സ്കാം ആവും എന്നുള്ളൊരു കാര്യമായിരിക്കും ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്കാം എന്നുള്ളൊരു കാര്യമായിരിക്കില്ല ഞാൻ പറയുക. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ്സ് ഉള്ളത്, അതേപോലെ തന്നെ ഇതിൻ്റെ റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് പറയാം. നിങ്ങൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ആവരുത്. എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാസ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ക്രിപ്റ്റോൻ്റെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഒന്ന് PVC മെറ്റ ആയിക്കോട്ടെ, കോയിൻ ഫോർജ് ആയിക്കോട്ടെ, സിഷ് ആയിക്കോട്ടെ, മെറ്റാ ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റീസെൻ്റ്ലി വന്നിട്ടുള്ള പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ക്രിപ്ട്രീവ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് തന്നെ അറിയും. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ ഒന്നില്ലെങ്കിൽ ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കും, ഇല്ലെങ്കിൽ ഇതൊരു MLM സ്കീമായിരിക്കും. അപ്പോൾ എന്തായാലും ഇല്ലെങ്കിൽ ഒരു റെഫർ ബേസ്ഡ് മണി ഏൺ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളായിരിക്കും ഇവരെല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന പേരിൽ നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഡെയിലി ഇൻകം, നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള എല്ലാ പ്രൊജക്റ്റും ഫസ്റ്റ് തന്നെ മെയിൻ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു MLM സ്കീം എന്താണ് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. അപ്പം മൾട്ടി ലെവൽ മാർക്കറ്റ്, ഇപ്പോൾ നിങ്ങൾ ഒരാളിനെ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു കമ്മീഷൻ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച ആൾ വേറെ ആളിനെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മീഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് MLM സ്കീം. അപ്പോൾ ഒരു MLM സ്കീമിൽ വരുന്ന ഏതൊരു പ്രൊജക്റ്റുകളായിക്കോട്ടെ, ആ ഒരു പ്രൊജക്റ്റിലൊക്കെ ലാസ്റ്റ് ഒരു അവസാനം ഇല്ലെങ്കിൽ അവൻ്റെ ഒരു ടാർഗറ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഇതിന് ആൾക്കാർ ചേരാനില്ലാതെ ആയി എന്നുള്ളൊരു സമയമായി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കമ്പനി നിങ്ങളെ പറ്റിച്ചിട്ട് പോകാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള പൈസയും കൊണ്ട് പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 100% പറയാന്നുണ്ടെങ്കിൽ 99.999% അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നിങ്ങളെ പറ്റിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പാസീവ് ഇൻകം എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഡെയിലി ഇൻകം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ റെഫറൽ ഇൻകം എന്ന് പറയുന്ന പ്രൊജക്റ്റുകൾ, അതേപോലെ തന്നെ റോയാലിറ്റി ഇൻകം, മെട്രീസ് ഇൻകം, ഗ്ലോബൽ ഷെയർ, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിവാർഡ്, ഇങ്ങനെയുള്ള ടേംസ് ആയിരിക്കും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ എല്ലാവരും നിങ്ങളിലേക്ക് വാഗ്ദാനം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ എല്ലാം തീർച്ചയായിട്ടും സ്കാം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ചെറിയ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു പ്രൊജക്റ്റൊക്കെ വേൾഡ് വൈഡ് എത്തുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ പ്രൊജക്റ്റും 15 കൺട്രീസിലുണ്ട്, 14 കൺട്രീസിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിലും ഇതൊക്കെ റിയാലിറ്റി ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ചിന്തിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നിങ്ങളൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിലൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻകം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ട്രേഡിംഗ് ഫീസ് ആയിരിക്കും, ഇല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കൊണ്ടുവന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് ആക്ടിവിറ്റി ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ ട്രേഡ് ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന ട്രേഡിൻ്റെ ഒരു റവന്യൂ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങും. നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടാവില്ല. ഞങ്ങളുടെ കമ്പനി ട്രേഡ് ചെയ്തിട്ട് ഇത്രത്തോളം ഇൻകം നിങ്ങൾക്ക് ഡബിൾ ആക്കി തരാം എന്നുള്ള വാഗ്ദാനങ്ങളായിരിക്കും പറയുക. ഒരിക്കലും അങ്ങനെ ഒരു പ്രൊജക്റ്റും ഇല്ലെങ്കിൽ ഒരു കമ്പനിയും റെഗുലർ ആയിട്ട് ട്രേഡ് ചെയ്ത് അതിൻ്റെ ഇൻകം മാത്രം വരുന്ന
ഇല്ലെങ്കിൽ ഡബിൾ ആയിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്യുമോ? ഒരിക്കലും അല്ല. നിങ്ങൾ ഫസ്റ്റ് തന്നെ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള MLM സ്കീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഓൺ ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ളതാണ്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് കമ്പനി എന്ന് പറയുമ്പോൾ അതൊരു ഹൈലൈറ്റ് ആയിട്ട് എടുക്കാതെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസും അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ സെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓതറൈസ് ആണ്. ഡീസെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ആ ഒരു വാലറ്റ് ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു കമ്പനി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഫുള്ളി ഡീസെൻട്രലൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഇവരുടെ ഒരു വാലറ്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഫീൽഡ് ആയിക്കോട്ടെ, ഇവരുണ്ടാക്കിയ ടോക്കൺ ആയിക്കോട്ടെ, അതിന്റെ കൺട്രോൾ ചെയ്യാനും അതെന്ത് ചെയ്യാൻ റിലീസ് ചെയ്യാനും വിൽക്കാനും എല്ലാത്തിനും ഈ ഒരു ടോക്കൺ ഉണ്ടാക്കിയ ആൾക്ക് പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു MLM ടൈപ്പ് സ്കീമിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പുതിയ യൂസേഴ്സ് ജോയിൻ ആയില്ല. ഇത് എപ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ കൂടുതലും ഫെയിൽഡ് ആവുന്നത്, ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ട്രെൻഡ് പോവുക, ഇല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാതെ ആവുക, ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ ഒരു ഇൻകം വരാതെ ആവുന്നൊക്കെ എപ്പോഴാന്ന് പറഞ്ഞാൽ ഇതിൽ ആൾക്കാർ ചേരാത്തപ്പോഴാണ്. അപ്പോൾ ആൾക്കാർ ചേരാത്തപ്പോൾ ഇതിനൊരു ഇൻകം ഇല്ല. ഇങ്ങനെ ഓരോ പ്രൊജക്റ്റുകൾക്കും ഈ ഒരു പ്രൊജക്റ്റുകൾ വെളിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇവർ പറയും ഗെയിമിംഗ് സിസ്റ്റം കൊണ്ടുവരും, അതേപോലെ തന്നെ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ വേറെ ഒരു പുതിയ പദ്ധതികൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരും പറയാതെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊന്നും അങ്ങനെ കൊണ്ടുവരില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഏത് പ്രൊജക്റ്റും എക്സ്ചേഞ്ചുകളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലിസ്റ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളിലേക്ക് ഇത് കൊണ്ടുവരാനോ എല്ലാം ഇവരിങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കുന്നത് ഇതിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഇതിലുള്ള ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഈ ഒരു പൈസ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അല്ലാതെ ഈ ഓരോ പ്രൊജക്റ്റും വെളിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, അതിനൊരു ഇൻകം കിട്ടില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ഈ ഒരു കമ്പനി എങ്ങനെയാണ് ഇത്രത്തോളം ആൾക്കാർക്ക് പ്രോഫിറ്റുകൾ കൊടുക്കുന്നത്. വെളിയിൽ എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വെച്ച് അവർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുക മാത്രമാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു മറിക്കൽ എന്തിനാണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പീരീഡിൽ ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കാനും ഒരുപാട് ആൾക്കാർക്ക് കുറെ ആഗ്രഹങ്ങൾ കൊടുക്കാനും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും. ഈ ഓരോ ടോക്കണും ഇപ്പൊ ചിലരൊക്കെ ഒന്ന് പറയുന്നുണ്ട് ഈ ടോക്കണിന്റെ വാല്യൂ ഇത്രയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഓരോ മൗത്ത് പ്രൊമോട്ടിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഈ ഒരു മൗത്ത് പ്രൊമോട്ടിംഗ് ചെയ്യുക ആൾക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതിപ്പോൾ എൻ്റെ കൂട്ടുകാരനായിരിക്കാം, ഞാൻ അതിൽ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ എൻ്റെ കൂട്ടുകാരനായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കാം. ആ ഒരു രീതിയിലാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക ഈ ഒരു ടോക്കൺ ആ ഒരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ടാർഗറ്റോ ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു കമ്പനി ഒരു പ്രോഫിറ്റ് ലെവലോ ആ ഒരു ലെവൽ എത്തിയെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പാതി വിറ്റിട്ട് ഫ്യൂച്ചറിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ 50% നിങ്ങൾക്ക് ലോസ് ആയി ഉണ്ടാവും. 50% അവിടെ വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, ഒരു കളി കളിക്കും, വീണ്ടും പുതിയ പദ്ധതികൾ കൊണ്ടുവരാണ്ട് കണ്ടിന്യൂ ചെയ്യാതെ അല്ലാതെ ഈ ഒരു പ്രൊജക്റ്റുകളൊന്നും ചെയ്തിട്ട് നിങ്ങൾ കോടീശ്വരന്മാർ ആവാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എത്രത്തോളം ഈ ടോക്കണിന്റെ വാല്യൂ കൂടെ ഒരുപാട് ആൾക്കാർ ഇതിൽ ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി ആവും. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു ഞാൻ നേരത്തെ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴെങ്കിലും എനിക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരിൽ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ആ പൈസ പോവും ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഡെയിലി ഇൻകം, ഇത് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ഡെയിലി ഇൻകം പെർസെൻറ്റേജ് ആണ് തരാൻ പോകുന്നത്. ഡെയിലി 1% ഇൻകം ഇല്ലെങ്കിൽ വർഷത്തിൽ 365% ഇൻകം ഇല്ലെങ്കിൽ APY നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഡെയിലി നിങ്ങൾ ഒരു 10,000 രൂപ ഇതിലൊരു വർഷത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് 365 ദിവസത്തിന് 365% ആയിട്ട് 45,000 സംതിങ് പ്രോഫിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ 1 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ 4 ലക്ഷമോ അങ്ങനെ 10 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ 40 ലക്ഷം അല്ലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അപ്പൊ അത്രത്തോളം ഗ്യാരണ്ടി ആയിട്ടുള്ള ഏതൊരു പ്രൊജക്റ്റിൽ അത്രത്തോളം ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളെ സ്കാം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ ഓരോ കോയിൻ ഫോർജി അല്ലെങ്കിൽ PVC ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. ചില പ്രൊജക്റ്റുകൾ അതിന്റെ ഇടയിൽ വളരെയധികം ഹൈപ്പ് പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ ഇന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലും പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലവർ വീണ്ടും അതിനടുത്ത് ഒരു ആൾക്കാരെ ചേർത്തുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ചിലവർ ഈ ആൾക്കാർ ചേർന്ന ആൾക്കാരുടെ വായ മൂടാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊന്നും നമ്മുടെ ഇവിടെ സക്സസ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ റെഫറൽ സിസ്റ്റം ഉണ്ട്. ഈ ഒരു 5 ജെൻ മെട്രിക് സിസ്റ്റം ഉണ്ട്, റെഫറൽ റിവാർഡ് ഉണ്ട്, റോയൽറ്റി ഇൻകം ഉണ്ട്, ഗ്ലോബൽ ഷെയർ ഉണ്ട്. അങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ തരുന്ന കമ്പനീസും ഇല്ലെങ്കിൽ പ്രൊജക്റ്റുകളും നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഒന്നും നല്ല രീതിയിലുള്ള പ്രൊജക്റ്റുകളല്ല.
അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവൻ്റെ ഒരു വിഷൻ ഇല്ലെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറിലെ റോഡ് മാപ്പ് ഒക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിന് സാധാരണ രീതിയിൽ ഇല്ലെങ്കിൽ ആൾക്കാർ തന്നെ ഇതിനെ ഏറ്റെടുത്തിട്ട് ഒരു വാല്യൂ കൊണ്ടുവരും എന്നുള്ളൊരു സ്കീമൊന്നും ആയിരിക്കില്ല ഇവർ കൊണ്ടുവരും. ഇവൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇതിൽ ചേർത്തി പൈസ ഇടുക ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ള സ്കീമുകൾ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റവന്യൂ എവിടെ നിന്നാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. അപ്പോൾ MLM സ്കീം എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാരിന് ഇപ്പോൾ ആൾക്കാരില്ലാതായി എന്ന് പറഞ്ഞാൽ അതിനൊരു വേറൊരു എന്താണ് തുടർച്ചയായിട്ടുള്ള വളർച്ചയില്ല. വീണ്ടും കുറേ കാലം കഴിഞ്ഞിട്ട് പറ്റിച്ചുണ്ട് വീണ്ടും എന്തെങ്കിലും ട്രെൻഡ് കൊണ്ടുവന്ന് ഇതിനെ അങ്ങ് വീണ്ടും കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമൊക്കെ ചെയ്ത് പുതിയ ആൾക്കാരിനെ ചേർത്തുക എന്നുള്ളൊരു സ്കീം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കമ്പനികളുടെ മനസ്സിലുള്ളത്. അപ്പം ഇങ്ങനെ ആൾക്കാർ ചേരാതായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യും, നിങ്ങളുടെ പേ ഔട്ട് വൈകും, അതേപോലെ തന്നെ നമുക്ക് വിഡ്രോവൽ ഡിലേ ആക്കും, അതേപോലെ തന്നെ ടോക്കൺ പ്രൈസ് ക്രാഷ് ചെയ്യും. ക്രാഷ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ തന്നെയാണ് എടുക്കുന്നത്, ഒരു റെഗ് പുള്ള് ചെയ്യുക അല്ലെങ്കിൽ റെഗ്ഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിലൊക്കെ എടുക്കുന്നതും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ കുറേ ആൾക്കാർ എന്താണ് ചോദിക്കും, അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ എല്ലാ പ്രൊജക്റ്റും ഇങ്ങനെയല്ലേ ബ്രോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു MLM സ്കീമും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം ഒക്കെ പറയുന്ന പ്രൊജക്റ്റുകൾ മാത്രമാണ് ഈ ഒരു ലെവൽ ഓഫ് സ്കീം എടുത്തുകൊണ്ട് ആൾക്കാരിനെ പറ്റിക്കുന്നത്. അപ്പോൾ ആൾറെഡി അങ്ങനെ കുറേ പ്രൊജക്റ്റുകളുണ്ട്, നിങ്ങൾ അറിയാത്ത കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഈവൻ എനിക്ക് പോലും അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ട് ആൾക്കാരിനെ ചേർത്താൻ പറ്റും. അപ്പം നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കുറേ ലീഡേഴ്സ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രൊജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ലിങ്ക് വഴി നിങ്ങൾ കയറും. എൻ്റെ ലിങ്ക് വഴി നിങ്ങൾ കയറുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ് എനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ ആൾക്കാരും ചേർത്തുന്ന ഒരു പെർസെൻറ്റേജ് എനിക്ക് കിട്ടും. എൻ്റെ ഒരു കാർഡ് ഇതില്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ് ആയിക്കോട്ടെ അത് എനിക്ക് കൂടും. ആർക്കാണ് ഇൻകം കിട്ടുക, എനിക്കാണ് കിട്ടുക. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ ലീഡേഴ്സ് ആൻഡ് യൂട്യൂബേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും പറയും ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അപ്പോൾ റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു തൊട്ടാ ഇല്ലാത്ത രീതിയിൽ പറയും. പക്ഷെ കൂടുതലും ഇതിൽ പൈസ കിട്ടും എന്നുള്ള കാര്യം ഒരു 100 തവണയെങ്കിലും ഇവരെന്ത് ചെയ്യും, പറയും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരു ബിഗ് പ്രോമിസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സക്സസ്ഫുൾ എങ്ങനെ പറയാ, ഇപ്പോൾ ഒരു ബിഗ് പ്രോമിസ് ആണ് നിങ്ങൾക്ക് തരിക, നിങ്ങൾ എന്തായാലും നല്ല കോഡീഷനാക്കി ഇത്രത്തോളം ഗ്യാരണ്ടി പെർസെൻറ്റേജ് കിട്ടും. അപ്പം അങ്ങനെ ഒരു പ്രൊജക്റ്റ് പറയാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവയെല്ലാം സ്കാമാണ് എന്നുള്ള കാര്യമല്ല. അപ്പം ചില പ്രൊജക്റ്റൊക്കെ നല്ലത് ഉണ്ട്. അപ്പം നിങ്ങളിത് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ റിസ്ക് ഫാക്ടറൊക്കെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ ബിഫോർ തന്നെ നിങ്ങൾ അറിയണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഏതിലാണ് ബ്രോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊജക്റ്റിലും അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഇപ്പം നിങ്ങളുടെ കോടി എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഈ 10 ലക്ഷം കിട്ടാൻ 40 ലക്ഷം കിട്ടും പറയുമ്പോൾ നിങ്ങളുടെ വീടും സാധനങ്ങളും എല്ലാം കൂടി വിറ്റും കൊണ്ട് ഈ 40 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അധികം കൊണ്ട് ഇട്ടിട്ട് 40 ലക്ഷം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിച്ചച്ചട്ടി എടുക്കുകയാണ് ചെയ്യുള്ളൂ. അതല്ലാതെ നിങ്ങളെ കൊണ്ട് ഈ ഒരു പൈസ പോയാലും എനിക്ക് മറികടക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു 50% എങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഡെയിലി ഇൻകം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾ ആൾക്കാരെ ചേർത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് എന്തായാലും ലാഭം കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ലാഭം കിട്ടാൻ ഞാൻ വേറെ ഒരാളിനെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിനെയൊക്കെ ഞാൻ ഫോഴ്സ് ചെയ്ത് ചേർത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ സ്കാമുകളാവുന്നത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് നല്ല സാമർഥ്യം ഉണ്ട്, ആൾക്കാരെ ചേർത്ത് പറ്റിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ചേരാം. ഒരുപാട് ആൾക്കാരിനെ ചേർത്താം, അതിൻ്റെ ഇൻകം എടുക്കാം, പ്രോഫിറ്റ് എടുക്കാം. ഇന്നൊരു 6 മാസം 7 മാസം ആ പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. താഴെ ചേർന്നവരൊക്കെ മൂഞ്ചിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാം. അങ്ങനെയും കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രൊജക്റ്റിന് ഇത്രത്തോളം റിസ്കുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ ഞാൻ ഓരോ പ്രൊജക്റ്റും എടുത്തിട്ട് ഇന്ന പ്രൊജക്റ്റിൽ ഇത്രത്തോളം റെഡ് ഫ്ലാഗ് ഉണ്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്രത്തോളം കാര്യം നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊജക്റ്റിലൊന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ ഒരുപാട് നമുക്കറിയാത്ത ഇല്ലെങ്കിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള എത്തീറിയം ബേസ്ഡ് പ്രൊജക്റ്റുകളായിക്കോട്ടെ അങ്ങനെയുള്ള താഴെ വരുന്ന കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഇതിലൊന്നും പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട. അതേപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് നെറ്റ് യൂസ് ചെയ്യാം. മെയിൻ നെറ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു. അതിൽ നിങ്ങൾക്ക് പൈസ ഇടേണ്ടതാണ്. മെയിൻ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് വെളിയിലേക്ക് വരുന്നതിന് മുമ്പ് അതേപോലെ തന്നെ ടെസ്റ്റ് നെറ്റ് വരും, അതേപോലെ തന്നെ പ്രീസെയിൽ വരും, ടെസ്റ്റ് നെറ്റ് വരും, മെയിൻ നെറ്റ് വരും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ നെറ്റിലേക്ക് വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് മെയിൻ നെറ്റിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. അതിലും ചില പ്രൊജക്റ്റുകൾ സ്കാം ആണെങ്കിലും പക്ഷെ നമുക്ക് കൂടുതലും പൈസ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിൽ നമുക്കൊരു നഷ്ടം വരാനില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ട്രാൻസാക്ഷനും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പക്ഷെ എന്താണ് അതിന് കുറച്ച് അറിവുകൾ വേണം. അപ്പോൾ ഈ അറിവില്ലാത്ത ആൾക്കാരെയാണ് ഇങ്ങനെ ചൂഷണം ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഇടുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രീഡവും ഒരുപാട് പൈസയും തരുന്ന
പ്രൊജക്റ്റുകളിലൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ചെയ്യുന്ന പ്രൊജക്റ്റുകളൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട. ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താവില്ല, അതിനൊരു പ്രോഫിറ്റ് കിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എത്രത്തോളം പൈസ ഉണ്ടോ എല്ലാ പൈസയും കൊണ്ട് ഇതിലിടരുത്. നിങ്ങൾക്ക് ഈ ഒരു പൈസ പോയാലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ ഇടാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഇപ്പോൾ റീസെൻ്റ് വന്നിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ പൈസ ഉള്ളവരാണ് ഇടുന്നത്. അപ്പോൾ ആ പൈസ ഇടുന്നവർ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഇല്ലെങ്കിൽ അവർ ആൾക്കാരിനെ ചേർത്താൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, സാധാരണക്കാരെ ആൾക്കാരൊന്നും ഇതിൽ കൊണ്ട് തലയിൽ വെക്കരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പൈസ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ മിസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ട് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഏതൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒരു എത്രത്തോളം ടോക്കൺ ആണ് ഇവർ ലോക്ക് ചെയ്തിട്ടുള്ളത്, ആരുടെയിലാണ് കൂടുതൽ ഹോൾഡിങ്സ് ഉള്ളത്, ഇതിന് ഓഡിറ്റ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത്രത്തോളം റെഡ് ഫ്ലാഗ്സുകൾ ഉണ്ടോ, ഇത് എപ്പോഴൊക്കെയാണ് ലോക്ക് ആയിട്ടുള്ളത്, ഇത് സ്റ്റേക്കിംഗ് എത്രത്തോളം കാലമാണ്, ഈ സ്റ്റേക്കിങ്ങിൽ ഇത്രത്തോളം പേഴ്സൻറ്റേജ് ഇവർക്ക് തരാൻ പറ്റുമോ, ഇത്രത്തോളം പേഴ്സൻറ്റേജ് തരണമെങ്കിൽ ഇവർ എന്തൊക്കെ കമ്പനിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ആൾക്കാരിൽ നിന്ന് ചേരുന്ന ബേസിലാണോ നിങ്ങൾക്ക് ഇൻകം തരേണ്ടത് എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഞാൻ വളരെ നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, ഇല്ലെങ്കിൽ സാധാരണക്കാരെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തു, ഒരു ലൈക്കും കൂടി തന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.